ഇറ്റ്സ് ഡൺ. സീസണിംഗ് മാത്രം നോക്കിയാൽ മതി. ഷുവർ മാം. മാം താങ്ക് യു മാം. ഹലോ മാം. വിജയ്. യെസ് മാം. പെൻഡിങ് ഓഡിറ്റിംഗ് എല്ലാം എന്തായി? ഓൾമോസ്റ്റ് ഡൺ മാം. മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ റെസ്റ്റോറന്റിന്റെ ആഡ് ചെയ്യാൻ യങ്സ്റ്റേഴ്സ് വന്നില്ലേ? പ്രോജക്റ്റ് അവർക്ക് തന്നെ കൊടുത്തു. ഷുവർ മാം. മേക്ക് ഷുവർ ഇറ്റ്സ് ക്ലാസ്. ഓക്കെ ബൈ മാം. പോപ്സ് പോവാമോ? പോകാം ജെൽസ്. ഹലോ, ആരാ? സതീഷ്, സുഖാണോ? എത്ര നാളായി? ഓ ഓക്കെ. എന്തു പറ്റി? സതീഷ് അച്ഛാ, ശ്രീ ഡിവോഴ്സ് ആയിന്ന്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഹെൽ ബി ഓൾ റൈറ്റ്. വാ പോവാം. യാ പപ്സ്. പറയണം സാർ. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, എൻ്റെ മോള് നിങ്ങളുടെ മകനും 3 വർഷം മുമ്പ് സ്നേഹത്തിലായിരുന്നു. നിങ്ങളുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ മകനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകള്. ഈ നേരത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മകൾക്ക് വിവാഹത്തിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പിരിഞ്ഞത് തന്നെ. തെറ്റ് എൻ്റെ മകളുടെയാ. അവൾ അന്ന് കല്യാണത്തിന് സമ്മതിക്കേണ്ടതായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. ഞാൻ അവളെ കുറച്ച് മോഡേണായിട്ടാണ് വളർത്തിയത്. സോറി. മാപ്പ് തരണം. ക്ഷമിക്കുക. നല്ല നേരം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എന്ത് സാർ പ്രയോജനം? എൻ്റെ മോനെ അന്നേ ദിവസം മുതൽ ഞാൻ ചിരിച്ചേ കണ്ടിട്ടില്ല. ഇപ്പോൾ ഡിവോഴ്സായി സാർ. സാറിൻ്റെ അടുത്ത് പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അവർ തമ്മിലുണ്ടായ ഒരു ചെറിയ വഴക്കമുണ്ട്. ആ പെണ്ണ് പോയി അബോർഷൻ ചെയ്തു സാർ. കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ മോൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കോ സാറേ. കല്യാണം എന്നൊക്കെ പറയുന്നത് വെറും ഒരു വാക്കല്ല സാറേ. 2 മനസ്സുകൾ മാത്രം ഒന്നിച്ചാൽ മാത്രമേ അത് കല്യാണമാകൂ. അതിന് നിങ്ങളുടെ മോള് പറയുന്നത് പോലെ ജീവിക്കുന്നതാ നല്ലത്. ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. 4 പേര് 4 തരത്തിൽ സംസാരിക്കും. എന്നാ എനിക്കതിനെക്കുറിച്ച് ഒരു വിഷമമില്ല സാറേ. എനിക്കെൻ്റെ മോൻ്റെ സന്തോഷമാണ് പ്രധാനം. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോകും സാറിന് ഞാൻ പറയുമായിരുന്നു. എന്നാ 3 ദിവസമായിട്ട് അവനെ കാണാനില്ല സാറേ. എത്ര ദിവസം എന്നാ പറഞ്ഞേ? 3 ദിവസമായിട്ട് കാണാനില്ല സാർ. എൻ്റെ മോളെ 3 ദിവസമായിട്ട് കാണുന്നില്ല. നിന്റെ വേർത്ത് അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഐ ലവ് യു. കുട്ടാ, പറ. നമ്മുടെ റിലേഷൻഷിപ്പിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാമോ? കല്യാണം? നീ കല്യാണം തുടങ്ങി? സിന്ധുജ, വലിയ തെറ്റാണ് സിന്ധുജ. കല്യാണം മാത്രം എന്തായാലും വേണ്ട. നീ എന്താ കളിക്കുന്നോ? നീ ഒരു തവണ കല്യാണം കഴിച്ച് നോക്കിയതല്ലേ?
ഞാനും കൂടെ ഒരു തവണ ചെയ്ത് നോക്കട്ടെ. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുവാണ്, നീ ചെയ്യാൻ പോകുന്നതിൽ വലിയ തെറ്റായത്. അമ്മ അവസാനമായിട്ട് ചോദിക്കുക, എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ?